പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ പ്രായം ചെന്ന ഒരു കർഷക ദമ്പതിമാരുണ്ടായിരുന്നു. അവർക്ക് 3 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ ഏറ്റവും ഇളയ മകൻ്റെ പേരാണ് ഇവാൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇവാൻ്റെ കഥയാണ്. ഈ 3 ആൺമക്കളും തീരെ മടിയന്മാരായിട്ടൊന്നുമല്ല വളർന്നു വന്നത്. അവർ വളരെ കഠിനാധ്വാനികളായിരുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവർ പാടത്ത് പണിയെടുക്കും. ഇക്കാലത്ത് നാട്ടിൽ ഒരു ശ്രുതി പരന്നു, ഒരു കേട്ടുകേഴ്വി. രാക്ഷസന്മാരിൽ ഏറ്റവും ക്രൂരനായിരുന്നു ചൂതോ യൂതോ. ഈ ചൂതോ യൂതോ ഭൂമിയെ ആക്രമിച്ച് തോൽപ്പിക്കാൻ വരുന്നു എന്നായിരുന്നു ഈ കേട്ടുകേഴ്വി. ജനങ്ങളൊക്കെ ആകെ പരിഭ്രാന്തരായി. ഇവാൻ്റെ മാതാപിതാക്കളും വളരെയധികം പേടിച്ചു. അപ്പോൾ ഒരിക്കൽ മൂത്ത 2 ആൺമക്കളും കൂടി അച്ഛനോടും അമ്മയോടും കൂടി ചെന്ന് പറഞ്ഞു, അച്ഛാ, അമ്മ, ഞങ്ങൾ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ ചൂതോ യൂതോയെ കണ്ടുപിടിച്ച് അവനെ കൊന്നിട്ട് മാത്രമേ ഇനി തിരിച്ചു വരാൻ പോകുന്നുള്ളൂ. അതുവരെ നിങ്ങൾക്ക് കൂട്ടായിട്ട് ഇവാൻ ഇവിടെ നിൽക്കട്ടെ. ഇത് കേട്ട് ഇവാൻ പറഞ്ഞു, പറ്റില്ല, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. എനിക്കും യുദ്ധം ചെയ്യണം, എനിക്കും ചൂതോ യൂതോയെ തോൽപ്പിക്കണം. അപ്പോൾ ജ്യേഷ്ഠന്മാർ പറഞ്ഞു, നീ ചെറിയ കുട്ടിയാണ്, നീ യുദ്ധം ചെയ്യാറൊന്നും ആയിട്ടില്ല, മാത്രമല്ല നിനക്ക് അറിവും കുറവാണ്, അതുകൊണ്ട് നീ അച്ഛനമ്മമാരുടെ കൂടെ വീട്ടിലിരുന്നാൽ മതി. പക്ഷേ ഇവാൻ സമ്മതിച്ചില്ല. ഇവാൻ ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ചു. അവസാനം സഹോദരന്മാർ അവനെയും കൊണ്ട് പോകാമെന്ന് തീരുമാനിച്ചു. 3 പേരും കൂടെ ചെന്ന് മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചു. അവർ തടയുകയോ എതിർത്ത് പറയുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ 3 പേരും കൂടെ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു. സഹോദരന്മാർ 3 പേരും ഓരോ വടി കരുതി. സഞ്ചിയിൽ കുറച്ച് റൊട്ടിയും യാത്രയ്ക്ക് ആവശ്യമായ അത്യാവശ്യം ചുരുക്കം ചില സാധനങ്ങളും അവരെടുത്തു വെച്ചു. എന്നിട്ട് 3 പേർക്ക് ഓരോ നല്ല കുതിരകളുണ്ടായിരുന്നു. കുതിരപ്പുറത്ത് കയറി യാത്രയായി. കുറേ ദൂരം സഞ്ചരിച്ചു. അങ്ങനെ പോകുമ്പോൾ ഒരു വഴിയിൽ വളരെ പ്രായം ചെന്നൊരു വൃദ്ധനെ കണ്ടു. ഈ വൃദ്ധനെ കണ്ടപ്പോൾ അവർ ചെന്ന് വണങ്ങി. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് പോകാം മക്കളെ? അവർ പറഞ്ഞു, ഞങ്ങൾ രാക്ഷസന്മാരിൽ ഭയങ്കരനായ ചൂതോ യൂതോയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പോവാണ്. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ പോകുന്ന കാര്യമൊക്കെ കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഈ വടിയും കൊണ്ട് ചൂതോ യൂതോയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. മാത്രമല്ല, ചൂതോ യൂതോ താമസിക്കുന്ന എവിടെയാണെന്ന് നിനക്കറിയാമോ? അത് ദൂരെ മുന്തിരി നദിയുടെ അക്കരെയാണ്. നദിയിലെ ഞാവൽപ്പാലം കടന്നാണ് അത് നാട്ടിലേക്ക് വരിക. അവനോട് പൊരുതണമെങ്കിൽ നിങ്ങൾക്ക് ഡമാസ്കസ് ഉരുക്കൊണ്ടുണ്ടാക്കിയ നല്ല വാളുകൾ വേണം. അപ്പോൾ ഇവർ 3 പേരുടെ അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പ അത് എവിടെ നിന്ന് കിട്ടും? ഞങ്ങൾ ഡമാസ്കസ് വാളുകളെ പറ്റി കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നേരെ മുന്നോട്ട് കുതിരയെ ഓടിച്ചു പോകും. അപ്പോൾ ഒരു വലിയ മല കാണും. ആ മലയിൽ ഒരു വലിയ ഗുഹയുണ്ട്. ആ ഗുഹയുടെ മുഖം ഒരു വലിയ പാറ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ആ പാറ ഉരുട്ടി മാറ്റിയാൽ നിങ്ങൾക്ക് ആ ഗുഹയ്ക്കുള്ളിൽ കടക്കാൻ പറ്റും. എന്നിട്ട് അതിനുള്ളിൽ നോക്കാമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വാളുകൾ കിട്ടും. സഹോദരന്മാർ ഈ വൃദ്ധനോട് യാത്ര പറഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. പൊക്കമുള്ള ഒരു മല കണ്ടു. അതിൻ്റെ ഒരു വശത്ത് ഒരു വലിയ പാറ, ഒരു ചാര നിറത്തിലുള്ള പാറയുണ്ടായിരുന്നു. അതായിരിക്കണം ഗുഹയുടെ വാതിൽ എന്ന് ഈ സഹോദരന്മാർക്ക് തോന്നി. 3 പേരും കൂടി ചെന്ന് ഈ വലിയ പാറ ഉരുട്ടി മാറ്റി. അപ്പോൾ ഒരു വലിയ വാതിൽ കണ്ടു. അവർ ആ വാതിൽ വഴി ഈ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നപ്പോൾ അവരുടെ കണ്ണഞ്ചിപ്പോയി. അത്രയധികം വാളുകൾ ആ ഗുഹയ്ക്കുള്ളിലുണ്ടായിരുന്നു, വിവിധ തരത്തിലും വലിപ്പത്തിലും ഒക്കെ ഉള്ളവ. വാളുകൾ മാത്രമല്ല, അവിടെ പരിച, കുന്തം തുടങ്ങിയ ആയുധങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. സഹോദരന്മാർ 3 പേരും ഓരോ വാളുകൾ എടുത്തുകൊണ്ട് പുറത്തിറങ്ങി. എന്നിട്ട് ഇവർ പരസ്പരം പറഞ്ഞു, ആ വൃദ്ധൻ നമ്മളെ വളരെയധികം സഹായിച്ചു, അദ്ദേഹത്തിനോട് നന്ദി പറയാൻ പോലും പറ്റിയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടതുകൊണ്ട് നമുക്ക് ഇത്രയധികം പ്രയോജനമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു നിമിഷം പോലും നമ്മളുടെ നന്ദി സ്വീകരിക്കാൻ നിന്നില്ല. കഷ്ടമായിപ്പോയി. എന്തായാലും സഹോദരന്മാർ 3 പേരും ആ വാളും എടുത്തുകൊണ്ട് കുതിരപ്പുറത്ത് കയറി. അവർ പിന്നെയും കുതിരപ്പുറത്ത് കുറേ ദൂരം കൂടി യാത്ര ചെയ്തു. ഒരു ഗ്രാമത്തിലെത്തി. പക്ഷേ ആ ഗ്രാമത്തിൽ ഒറ്റ ജീവി പോലും ഉണ്ടായിരുന്നില്ല. വീടുകളെല്ലാം ഉപേക്ഷിക്കപ്പെട്ട് കിടന്നിരുന്നു. ആകെ ജനങ്ങളൊക്കെ ഒഴിഞ്ഞു പോയൊരു അന്തരീക്ഷം. എന്തു പറ്റി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരവിടെയൊക്കെ ചുറ്റി നടന്നപ്പോൾ ഒരു ചെറിയ കുടിലിൻ്റെ പുകക്കുഴലിലൂടെ കുറച്ച് പുക വരുന്നത് കണ്ടു. അപ്പോൾ അവിടെ ആരോ താമസമുണ്ട് എന്നവർക്ക് മനസ്സിലായി. അവർ 3 പേരും കൂടി ആ വീടിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടിയപ്പോൾ ഒരു വൃദ്ധയാണ് വന്ന് വാതിൽ തുറന്നത്. അവർ ഞരങ്ങിക്കൊണ്ടാണ് വന്നത്. 3 പേരും ആ അമ്മൂമ്മയ്ക്ക് വന്ദനം പറഞ്ഞു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്? ഈ നശിച്ച സ്ഥലത്ത് നിങ്ങൾ എന്തിനാണ് വന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ മുന്തിരിപ്പുഴയിലുള്ള ഞാവൽ പാലത്തിലേക്ക് പോവുകയാണ്. രാക്ഷസന്മാരിൽ ഭയങ്കരനായ ചൂതോ യൂതോ ഞങ്ങളുടെ രാജ്യം ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി അവനോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു, ആ കൊള്ളാം, നിങ്ങൾ നല്ല കാര്യത്തിലാണ് പോകുന്നത്. ആ ചൂതോ യൂതോയ്ക്ക് കറുത്ത ഹൃദയമാണുള്ളത്. അവന് ചെല്ലുന്നിടമെല്ലാം നശിപ്പിക്കും. നോക്ക്, ഞങ്ങളുടെ ഗ്രാമം കണ്ടോ, ഇവിടെ ഞാൻ മാത്രമാണ് ജീവനോടെ ശേഷിക്കുന്നത്, ബാക്കി മുഴുവൻ ആൾക്കാരെ അവൻ കൊന്നു കളഞ്ഞു.
എന്തായാലും അന്ന് രാത്രി ആ സഹോദരന്മാർ ആ വൃദ്ധയുടെ വീട്ടിലാണ് തങ്ങിയത്. പിറ്റേന്ന് അവരോട് യാത്ര പറഞ്ഞിട്ട് ഇവർ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ മുന്തിരിപ്പുഴയിലെ ഞാവൽപ്പാലത്തിനടുത്ത് അവരെത്തി. പുഴയുടെ തീരത്തിനടുത്ത് ഒടിഞ്ഞ വാളുകൾ, ഒടിഞ്ഞ വില്ലുകൾ, മനുഷ്യരുടെ അസ്ഥികൾ ഒക്കെ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിനടുത്ത് ഒരു ഒഴിഞ്ഞു കിടന്ന കുടിലുണ്ടായിരുന്നു. അന്ന് രാത്രി അവിടെ തങ്ങാം എന്നവർ കരുതി. അപ്പോൾ ഇവാൻ പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ പറയുന്ന പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ ദൂരെയുള്ളൊരു സ്ഥലമാണ്, അപരിചിതമാണ്. നാം വളരെ കരുതലോടെ ഇരിക്കുകയും ഓരോ ശബ്ദവും എന്തെന്ന് ശ്രദ്ധിക്കുകയും വേണം. ചൂതോ യൂതോ നമ്മുടെ ഞാവൽപ്പാലത്തിന് ഇപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി നാം മാറി മാറി കാവൽ നിൽക്കണം. സഹോദരന്മാർ സമ്മതിച്ചു. അങ്ങനെ അന്നത്തെ രാത്രിയിൽ മൂത്ത സഹോദരനാണ് കാവലിന് പോയത്. അവൻ നദീതീരം മുഴുവൻ നടന്ന് പരിശോധിക്കുകയും മുന്തിരിപ്പുഴയുടെ മറുകരയിലേക്ക് കണ്ണോടിക്കുകയും ചെയ്തു. എല്ലാം ശാന്തമായിരുന്നു, ഒരനക്കം പോലും ഇല്ല. അതുകൊണ്ട് അവന് ഒരു കുറ്റിച്ചെടിയുടെ അടിയിൽ പോയിരിക്കുകയും കുറച്ച് നേരത്തിനകം ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഇവാനാകട്ടെ കട്ടിൽ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അവന് ഒന്ന് മയങ്ങുക പോലും ചെയ്തില്ല. പാതിര കഴിഞ്ഞപ്പോൾ അവൻ ഡമാസ്കസ് ഉരുക്കുകൊണ്ടുള്ള വാളും എടുത്തുകൊണ്ട് മുന്തിരിപ്പുഴയുടെ കരയിലേക്ക് പോയി. അപ്പോൾ തൻ്റെ സഹോദരൻ ഒരു കുറ്റിച്ചെടിയുടെ ചുവട്ടിൽ കൂർക്കം വലിച്ചുറങ്ങുന്നവൻ കണ്ടു. അവൻ ജ്യേഷ്ഠനെ ഉണർത്താനൊന്നും പോയില്ല. തൊട്ടടുത്തായിട്ട് അവൻ ജ്യേഷ്ഠനും കൂടി കാവൽ നിന്നു. മാത്രമല്ല, ഞാവൽ പാലത്തിലൂടെ രാക്ഷസൻ അകത്തേക്ക് കടക്കുന്നവന് തടയുകയും വേണമായിരുന്നു. പെട്ടെന്ന് പുഴയിലെ വെള്ളം പതയുകയും തിളയ്ക്കുകയും ചെയ്തു തുടങ്ങി. ഓക്കുമരങ്ങളിലിരുന്ന് കഴുകന്മാർ കരഞ്ഞു. നോക്കുമ്പോൾ 6 തലയുള്ള ചൂതോ യൂതോ കുതിരപ്പുറത്ത് അവിടെ എത്തുന്നു. ഞാവൽ പാലത്തിൻ്റെ മധ്യത്തിലേക്ക് അയാൾ കുതിരയെ ഓടിച്ചു വന്നു. അപ്പോൾ ഇവ നോക്കുമ്പോൾ ഈ ചൂതോ യൂതയുടെ തോളിൽ ഒരു മലങ്കാക്ക ഇരിപ്പുണ്ടായിരുന്നു. അത് ചിറകിട്ടടിച്ച് മുകളിലേക്ക് പറന്നു പൊങ്ങി. മാത്രമല്ല, അയാളുടെ കുതിരയുടെ പിന്നാലെ ഒരു കറുത്ത പട്ടി വരുന്നുണ്ടായിരുന്നു. അത് മുറുമുറുത്തു. ഇതൊന്നും പോരാഞ്ഞിട്ട് ചൂതോ യൂതയുടെ കുതിര കാൽ തട്ടി വീഴാനും തുടങ്ങി. അപ്പോൾ ചൂതോ യൂത ചോദിച്ചു, എന്താ കുതിരയെ നീ ഇങ്ങനെ തട്ടി വീഴുന്നത്? മലങ്കാക്കെ, നീ ഇങ്ങനെ ചിറകട്ടടിക്കുന്നത് എന്തിനാ? കറുത്ത പട്ടി, നീ എന്തിനാണ് ആവശ്യമില്ലാതെ മുറുമുറുക്കുന്നത്? കർഷകപുത്രനായ ഇവാൻ ഇവിടെങ്ങാണം വന്ന് ഒളിച്ചിരിപ്പണമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അവന് എൻ്റെ ഒരു വിരൽ ഞൊടിയിൽ കൊല്ലാൻ എനിക്കുള്ളൂ. ഇത് കേട്ട മാത്രയിൽ കർഷകപുത്രനായ ഇവാൻ പാലത്തിനടിയിൽ നിന്നും പുറത്തു വന്നിട്ട് പറഞ്ഞു, ചൂതോ യൂതോ, നീ വീം പഠിക്കൊന്നും വേണ്ട. ഞാനാണ് ഇവാൻ. നമുക്ക് രണ്ടുപേർ കൂടി ഒരു ബലപരീക്ഷണം നടത്തി നോക്കാം. അതിൽ ജയിക്കുന്ന ആൾ വീം പഠിക്കേ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ നിന്നുകൊണ്ട് വിരൽ ഞൊടിച്ചവളെ ഞാൻ ചത്തുപോകുന്നു, നീ വീം പഠിക്കേണ്ട. അങ്ങനെ ചൂതോ യൂതോയും ഇവാനും കൂടെ യുദ്ധം തുടങ്ങി. അവരുടെ വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കൊണ്ട് ഭൂമി ആകെ കുലുങ്ങാൻ തുടങ്ങി. ചൂതോ യൂതോയ്ക്കാണ് കൂടുതൽ നഷ്ടം സംഭവിച്ചത്. കാരണം ഒരൊറ്റ വീശിന് അയാളുടെ 6 തലകളിൽ 3 താഴെ വീണു. നിൽക്ക് കർഷകപുത്രനായ ഇവാനെ, ചൂതോ യൂതോ അപേക്ഷിച്ചു. ഞാൻ അല്പം വിശ്രമിക്കട്ടെ. അപ്പോൾ ഇവാൻ പറഞ്ഞു, നീ വിശ്രമത്തെപ്പറ്റി പറയുകയേ വേണ്ട. നിനക്ക് 3 തലയുണ്ട്, എനിക്ക് ഒറ്റ തലയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും തലയുടെ എണ്ണം ഒരുപോലെ ആകുമ്പോൾ നമുക്ക് വിശ്രമിക്കാം. അങ്ങനെ അവർ വീണ്ടും വാളെടുത്ത് വാൾപ്പായിട്ട് തുടങ്ങി. കർഷകപുത്രനായ ഇവാൻ ചൂതോ യൂതയുടെ ശേഷിച്ച 3 തലകളും വെട്ടി വീഴ്ത്തി. അവൻ്റെ ശരീരം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മുന്തിരിപ്പുഴയിലേക്ക് എറിഞ്ഞു. 6 തലകളും ഞാവൽപ്പാലത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ടിട്ട് അവൻ തിരിച്ച് കുടിലിൽ വന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ മൂത്ത ജ്യേഷ്ഠൻ കുടിലിൽ തിരിച്ചു വന്നു. അപ്പോൾ ഇവാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു കാവലർ? അവൻ പറഞ്ഞു, ഒരു ഈച്ച പോലും എന്നെ കടന്നു പോയിട്ടില്ല. ഞാൻ വളരെ നന്നായിട്ട് പാലം കാത്തു. ആ പാലത്തിലൂടെ ഒന്നും ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ല. ഇത് കേട്ടിട്ട് ഇവാൻ ഒരക്ഷരം പോലും മിണ്ടിയില്ല. 2ാമത്തെ രാത്രി കാവലിന് പോയത് 2ാമത്തെ സഹോദരനാണ്. അവന് ചുറ്റുപാടും ഒന്ന് നോക്കി, എന്നിട്ട് എല്ലാം ശാന്തമാണെന്ന് നിശ്ചയിച്ചു. എന്നിട്ട് ഒരു കൂട്ടം കുറ്റിച്ചെടികളുടെ അടിയിലേക്ക് നൂണ്ട് കയറി അവിടെ കിടന്ന് ഉറക്കമായി. മൂത്ത സഹോദരനെ വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ 2ാമത്തെ സഹോദരനെയും ഇവാൻ വിശ്വസിച്ചില്ല. പാതിര കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് വാളും എടുത്തുകൊണ്ട് മുന്തിരിപ്പുഴയുടെ കരയിലേക്ക് പോയി. ഞാവൽ പാലത്തിനടിയിൽ കാത്തിരുന്നു. പെട്ടെന്ന് പുഴയിലെ വെള്ളം പതയുകയും തിളയ്ക്കുകയും ചെയ്തു തുടങ്ങി. ഓക്കുമരങ്ങളിലിരുന്ന് കഴുകന്മാർ കരഞ്ഞു. രാക്ഷസന്മാരിൽ ഭയങ്കരനായ 9 തലയൻ ചൂതോ യൂതോ കുതിരപ്പുറത്തവിടെ എത്തി. അയാൾ ഞാവൽപ്പാലത്തിലേക്ക് കുതിരയെ പായിച്ചു. പക്ഷേ കുതിര കാൽ തട്ടി വീഴാൻ തുടങ്ങി. അയാളുടെ തോളിലിരുന്ന മലങ്കാക്ക ചിറകിട്ടടിച്ചു. അയാളുടെ പിന്നാലെ വന്ന കറുത്ത പട്ടി മുറുമുറുത്തു. ചൂതോ യൂതോ ചാട്ട വീശി കുതിരയുടെ പള്ളയിലും മലങ്കാക്കയുടെ ചിറകിലും പട്ടിയുടെ ചെവികളിലും അടിച്ചു. എന്നിട്ട് ചോദിച്ചു, എൻ്റെ കുതിരയെ, നീ എന്തിനാണ് ഇങ്ങനെ തട്ടി വീഴുന്നത്? മലങ്കാക്കയെ, നീ ചിറകടിക്കുന്ന എന്തിനാ? പട്ടി, നീ എന്തിനാ മുറുമുറുക്കുന്നത്? കർഷകപുത്രനായി ഇവാൻ ഇവിടെങ്ങാനും ഉണ്ടോ? നിങ്ങളെ പേടിക്കേ വേണ്ട. മിക്കവാറും അവൻ ജനിച്ചിട്ടേ ഉണ്ടാവില്ല. അഥവാ ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവന് ശരിക്കും യുദ്ധം ചെയ്യാനും പറ്റില്ല. കാരണം എൻ്റെ ഒരു വിരൽ കൊണ്ട് ഞാൻ അവനെ ഞെരിച്ച് കളയും.
ഇത് കേട്ടുകൊണ്ട് കർഷകപുത്രനായ ഇവാൻ ഞാവൽപ്പാലത്തിനടിയിൽ നിന്ന് ചാടി പുറത്തു വന്നിട്ട് പറഞ്ഞു, നിർത്ത് ചൂതയൂതോ, നീയെ നമ്മളുടെ വാളുകളൊന്ന് കൂട്ടിമുട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ വീമ്പ് പറയണ്ട. ആരെ വകവരുത്തുമെന്ന് നമുക്കൊന്ന് നോക്കാം. അവൻ ചൂതയൂതയുടെ മേലേക്ക് ചാടി വീണു. ഡമാസ്കസ് കുരുക്കൊണ്ട് നിർമ്മിച്ച വാള് ഒരു പ്രാവശ്യം വീശി, 2 പ്രാവശ്യം വീശി. അപ്പോഴേക്കും 6 തലകൾ അവൻ വെട്ടി നിലത്തിട്ട് കഴിഞ്ഞു. അപ്പോൾ ചൂതയൂതയുടെ ഒരിടി ഇവാൻ്റെ മേൽ പതിക്കുകയും ഇവാൻ മുട്ടറ്റം ചേറിൽ പൂണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഈ സമയം കൊണ്ട് കർഷകപുത്രനായ ഇവാൻ ഒരു പിടി മണ്ണ് വാരി തൻ്റെ ശത്രുവിൻ്റെ തീപ്പൊരി പറക്കുന്ന കണ്ണുകളുടെ നേരെ എറിഞ്ഞു. മണ്ണ് വീണ് കണ്ണ് കാണാൻ പാടില്ലതായ ചൂതയൂതോ മണ്ണ് കളയാൻ വേണ്ടി കണ്ണുകൾ തിരുമ്മിക്കൊണ്ടിരിക്കെ ഇവാൻ അയാളുടെ ശേഷിച്ച 3 തലകൾ വരിഞ്ഞു വീഴ്ത്തി. ചൂതയൂതയുടെ ദേഹം കഷ്ണമാക്കി നുറുക്കി അവൻ മുന്തിരിപ്പുഴയിലേക്ക് എറിഞ്ഞു. അവൻ്റെ തലകൾ 9 ഞാവൽപ്പാലത്തിനടിയിലിട്ടു. അപ്പോഴും ഇതൊന്നും അറിയാതെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ നല്ല ഉറക്കമായിരുന്നു. ഇവാൻ കുടിലേക്ക് തിരിച്ചുപോയി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ രണ്ടാമത്തെ സഹോദരൻ തിരിച്ചു വന്നു. അപ്പോൾ ഇവാൻ ചോദിച്ചു, രാത്രി എന്തെങ്കിലും സംഭവിച്ചോ ജ്യേഷ്ഠ? അപ്പോൾ അവൻ പറഞ്ഞേ, ഒന്നുമില്ല, ഒരു ഈച്ചയോ കൊതുകോ പോലും അതുവഴി പറന്നു പോയിട്ടില്ല. മുന്തിരിപ്പുഴയുടെ കരയിലും ഞാവൽപ്പാലത്തിൻ്റെ മുകളിലും എല്ലാം ഭദ്രമായിരുന്നു. അങ്ങനെയാണെങ്കിലേ എൻ്റെ ജ്യേഷ്ഠന്മാർ എൻ്റെ കൂടെ നിന്ന് വരൂ, ഞാൻ നിങ്ങൾക്ക് ഈച്ചയും കൊതുകിനെയും കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവാൻ അവരെ ഞാവൽപ്പാലത്തിനടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാക്ഷസന്മാരുടെ തലകൾ കാണിച്ചു കൊടുത്തു. 2 രാക്ഷസന്മാരുടെയും കൂടെ തലകൾ ചേർന്ന് 15 തലകളുണ്ടായിരുന്നു. രാത്രിയിൽ ഇവിടെ പറന്ന് കിടക്കുന്ന ഈച്ചകളും കൊതുകളും ഒക്കെ ഇത്തരത്തിലാണ്. എൻ്റെ ചേട്ടന്മാരെ, നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ വയ്യെങ്കിൽ നിങ്ങൾ പോയി അടുപ്പിൽ തീ കായെ. ജ്യേഷ്ഠന്മാർക്ക് വല്ലാത്ത നാണം തോന്നി. അവർ പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിപ്പോയി, കഷ്ടമായിപ്പോയി, ക്ഷമിക്കണേ. അന്ന് രാത്രി ഇവാനാണ് കാവലിന് പോകാൻ തയ്യാറായത്. അപ്പോൾ അവൻ പറഞ്ഞു, ഇന്ന് ഭയങ്കരമായ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ 2 പേരും ഉറങ്ങിക്കളയരുത്. ഞാൻ ചൂളമടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ചൂളമടിക്കുകയാണെങ്കിൽ എൻ്റെ കുതിര എൻ്റെ അടുത്തേക്ക് വിടുകയും സഹായത്തിന് നിങ്ങൾ ഓടി വരികയും വേണം. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് ഇവാൻ ഞാവൽപ്പാലത്തിനടിയിൽ പോയി കാത്തിരുന്നു. പാതിരാത്രി കഴിഞ്ഞപ്പോഴേക്കും ഭൂമി കുലുങ്ങുകയും ആടുകയും ചെയ്തു തുടങ്ങി. പുഴയിലെ വെള്ളം തിളച്ചു മറിഞ്ഞു. കൊടുങ്കാറ്റ് ഓരിയിട്ടു. ഓക്കുമരങ്ങളിലിരുന്ന് കഴുകന്മാർ കരഞ്ഞു. രാക്ഷസന്മാരിൽ ഏറ്റവും ഭയങ്കരനായ 12 തലയൻ ചൂതോയൂതോ മുന്തിരിപ്പുഴയിലേക്ക് കുതിരയെ ഓടിച്ചു വന്നു. ചൂതോയൂതോയുടെ 12 തലകളും ചൂളം വിളിച്ചുകൊണ്ടിരിക്കുകയും തീ തുപ്പിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അയാളുടെ കുതിരയ്ക്ക് 12 ചിറകുകളും ചെമ്പുകൊണ്ടുള്ള രോമങ്ങളും ഇരുമ്പുകൊണ്ടുള്ള കുഞ്ചിരോമവും ഇരുമ്പ് വാലും ഉണ്ടായിരുന്നു. ചൂതോയൂതോ ഞാവൽപ്പാലത്തിലേക്ക് പ്രവേശിച്ച ഉടൻ കുതിര തട്ടി വീഴാൻ ഭാവിച്ചു. തോളിലിരുന്ന മലങ്കാക്ക് ചിറകിട്ടടിച്ചു. പിറകെ വന്ന കറുത്ത പട്ടി ചെവി കൂർപ്പിച്ചു. കുതിരയുടെ പള്ളയിലും മലങ്കാക്കയുടെ ചിറകിലും കറുത്ത പട്ടിയുടെ ചെവിയിലും ചൂതോയൂതോ ചാട്ട കൊണ്ടടിച്ചു. എന്നിട്ട് ചോദിച്ചു, കുതിരയെ, നീ എന്തിനാ വീഴാൻ തുടങ്ങുന്നത്? മലങ്കാക്കേ, നീ ചിറകട്ടടിക്കുന്നത് മതിയാക്ക്. കറുത്ത പട്ടി, നീ എന്തിനാ ഇങ്ങനെ മുറുമുറുക്കുന്നത്? കർഷകപുത്രനായ ഇവാൻ ഇതുവരെ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവൻ എന്നെ എതിർക്കാൻ സാധ്യമല്ല. ഞാൻ നൂതിയാൽ പോലും അവൻ പറന്നു പോവും. ഇത് കേട്ട മാത്രയിൽ കർഷകപുത്രനായ ഇവാൻ മരത്തിനടിയിൽ നിന്ന് പുറത്തു വന്നു. ചൂതയൂതോ, നീ ഇങ്ങനെ വീരവാദം മുഴക്കല്ലേ, അവസാനം നിനക്ക് തന്നെ നാണക്കേടാവും. ചൂതയൂതോ ചോദിച്ചു, നീ ആരാ? അവൻ പറഞ്ഞു, ഞാനാണ് നീ ഇപ്പം സംസാരിച്ച കർഷകപുത്രനായ ഇവാൻ. അപ്പോൾ രാക്ഷസൻ ചോദിച്ചു, ആഹാ കൊള്ളാമല്ലോ, നീയാണോ ഇവാൻ? വെറും ഒരു മനുഷ്യനായ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ ഇവാൻ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്ത് നിന്നെ തോൽപ്പിക്കാൻ വന്നതാ, വാ നമുക്ക് ഒരുമിച്ച് യുദ്ധം ചെയ്യാം. അങ്ങനെ 2 പേരും കൂടെ യുദ്ധം തുടങ്ങി. കർഷകപുത്രനായ ഇവാൻ വാള് വീശി ഒറ്റ വെട്ടിന് ചൂതയൂതയുടെ 3 തലകൾ വീഴ്ത്തി. എന്നാൽ ചൂതയൂതയോ ആ തലകൾക്ക് മുകളിൽ കൂടി തൻ്റെ തീവിരലുകൾ കൊണ്ട് ഒന്ന് ഒഴിഞ്ഞപ്പോൾ തലകൾ കഴുത്തുകളിൽ ഉറച്ചു വന്നു. അപ്പോഴേക്കും ഇവാൻ ആകെ വിഷമമായി. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായില്ല. വെട്ടി വീഴ്ത്തുന്ന തലകളൊക്കെ താഴെ പോവായിരുന്നു. മാത്രമല്ല ഈ 12 തലയൻ ചൂതയൂതോ നിരന്തരം ചൂളമടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അവൻ്റെ ചെവികൾ കൊട്ടി അടച്ചുപോയി. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന തീയ് ഇവനെ പൊള്ളലേൽപ്പിച്ചു. പലപ്പോഴും ഇവൻ്റെ ദേഹത്ത് തീപ്പൊരികൾ വീഴുന്നുണ്ടായിരുന്നു. മാത്രമല്ല നല്ല ചേറുള്ളതുകൊണ്ട് ഇവൻ മുട്ടോളം മണ്ണിൽ ആഴ്ന്നു നിൽക്കുകയാണ്. അവിടുന്ന് കാലനക്കാൻ വലിയ പ്രയാസപ്പെടേണ്ടി വന്നു. ചൂതയൂതോ അവനെ കളിയാക്കി, കർഷകപുത്രനായ ഇവാൻ, നിനക്ക് കുറച്ചു നേരം വിശ്രമിക്കണോ? അപ്പോൾ ഇവാൻ പറഞ്ഞു, നീ വിശ്രമത്തെപ്പറ്റി എന്നോട് സംസാരിക്കുക വേണ്ട, നിന്നെ ഞാൻ കൊന്നിട്ടേ അടങ്ങുകയുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് ഇവാൻ ഉറക്ക ചൂളം വിളിച്ചു. എന്നിട്ട് തൻ്റെ വലത്തെ കയ്യുറ സഹോദരന്മാർ വസിക്കുന്ന കുടിലിൽ ലക്ഷ്യമാക്കി എറിയുകയും ചെയ്തു. കയ്യുറ വന്ന് വീണതിൻ്റെ ശക്തിയാൽ എല്ലാ ജനാലുകളും തകർന്നു പോയെങ്കിലും സഹോദരന്മാർ ഇതൊന്നും അറിയാതെ മുറിക്കുള്ളിൽ ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങുകയായിരുന്നു. ചൂളമടിച്ചാൽ കുതിരയെ വിടണമെന്നും സഹായത്തിന് വരണമെന്നും ഇവാൻ പറഞ്ഞിരുന്നായിരുന്നു. പക്ഷെ അവരതെല്ലാം മറന്നുപോയി.
കർഷകപുത്രനായ ഇവാൻ തൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് വാൾ വീശി ചൂതോയൂതയുടെ 6 തലകൾ വെട്ടിവീഴ്ത്തി. എന്നാൽ ചൂതോയൂതോ അറ്റതുപോലെ ആ തലകളെടുത്ത് തീവിരലുകൾ കൊണ്ട് ഒഴിഞ്ഞ് കഴുത്തുകൾ ഉറപ്പിച്ചു. തൻ്റെ നില പരിങ്ങലിലാണെന്ന് ഇവാന് മനസ്സിലായി. അവൻ ഇടത്തെ കയ്യുറ കുടിലിൽ നേരെ എറിഞ്ഞു. അത് മേൽക്കൂര തകർത്ത് വീടിനകത്ത് വീണെങ്കിൽ പോലും സഹോദരന്മാർ ഇതൊന്നും അറിഞ്ഞില്ല. ഇവാൻ 3ാമത്തെ തവണ വാൾ വീശി ചൂതോയൂതയുടെ 9 തലകൾ അരിഞ്ഞു വീഴ്ത്തി. പക്ഷേ എന്നാലും ചൂതോയൂതോ ആ 9 തലകളും എടുത്ത് തൻ്റെ തീവിരലുകൾ കൊണ്ട് തലയിൽ ഉറപ്പിച്ചു വെച്ചു. ഈ സമയത്ത് ഇവാൻ തൻ്റെ തൊപ്പി ഊരി കുടിലിനെ ലക്ഷ്യമാക്കി ഒരു എറിവിച്ചു കൊടുത്തു. കുടിൽ ശക്തിയായി കുലുങ്ങുകയും നിലം പതിക്കുകയും ചെയ്തു. അപ്പോൾ മാത്രമാണ് ഇവാൻ്റെ സഹോദരന്മാർ ഉണർന്നത്. ഇവാൻ്റെ കുതിര ചിനയ്ക്കുകയും ചങ്ങല വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവർ വേഗം ഓടിച്ചെന്ന് കുതിരയെ അഴിച്ചു വിട്ടിട്ട് അതിൻ്റെ പിന്നാലെ ഓടി. കുതിര ഇവാൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയും ചൂതോയൂതോയെ തൊഴിക്കുകയും ചെയ്തു. പക്ഷെ ചൂതോയൂതോയോ ചൂളം വിളിക്കുകയും ചീറ്റുകയും ചെയ്തുകൊണ്ട് കുതിരയുടെ മേലേക്ക് തീപ്പൊരി വർഷിച്ചു. ഇവാൻ ഒരു വിധത്തിൽ മണ്ണിൽ നിന്ന് മുകളിലേക്ക് വന്ന് ചൂതോയൂതോയുടെ തീവിരൽ വെട്ടി വീഴ്ത്തി. അതിനുശേഷം അവൻ്റെ തല ഓരോന്നായിട്ട് എല്ലാം വെട്ടിക്കളഞ്ഞു. തീവിരലുകൾ ഇല്ലാതായി പോയതിനാൽ ചൂതോയൂതോയ്ക്ക് ആ തലകൾ പഴയതുപോലെ എടുത്തു വെക്കാൻ പറ്റിയില്ല. അവൻ്റെ ദേഹം ഇവാൻ വെട്ടി നുറുക്കി മുന്തിരിപ്പുഴയിൽ എറിഞ്ഞു. എപ്പോഴേക്കും ജ്യേഷ്ഠന്മാർ 2 പേരും എത്തി. ഇവാൻ പറഞ്ഞു, നിങ്ങളെ എന്തിനു കൊള്ളാം? ഉറക്കത്തോടുള്ള നിങ്ങളുടെ ഇഷ്ടം കാരണം എനിക്കതിന് ജീവൻ നഷ്ടപ്പെട്ടേനെ. ജ്യേഷ്ഠന്മാർ വളരെ സങ്കടത്തോടെ ഇവാനോട് മാപ്പ് പറഞ്ഞു. അവനെ കുടിലേക്ക് കൊണ്ടുപോയി ആഹാരവും കൊടുത്ത് ഉറക്കി. പക്ഷേ പിറ്റേന്ന് രാവിലെ ഇവാനാണ് നേരത്തെ ഉണർന്നത്. അവൻ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ചു. അപ്പോഴാണ് ജ്യേഷ്ഠന്മാരുണർന്നത്. അവർ ചോദിച്ചു, നീ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റത്? നീ ഇന്നലെ ഒരുപാട് നേരം ചൂതോയൂതോയുടെ യുദ്ധം ചെയ്തതല്ലേ, നിനക്ക് വിശ്രമം വേണ്ടേ? അപ്പോൾ ഇവാൻ പറഞ്ഞു, എനിക്ക് വിശ്രമിക്കാൻ നേരമില്ല. ഞാൻ മുന്തിരിപ്പുഴയുടെ കരയിൽ ഇന്നലെ യുദ്ധം ചെയ്യുമ്പോൾ എൻ്റെ അരപ്പട്ട അവിടെ വീണുപോയി. അത് ഞാൻ എടുക്കാൻ പോവാണ്. അപ്പോൾ ജ്യേഷ്ഠന്മാർ ചോദിച്ചു, ഒരു അരപ്പട്ടയല്ലേ, അത് ഊരിപ്പോയെങ്കിൽ അത് തീരെ കേടായതായിരിക്കണം, നമുക്ക് വേറെ ഒരെണ്ണം വാങ്ങാം, നീ ഇനി മുന്തിരിപ്പുഴയുടെ കരയിലേക്ക് പോവണ്ട. അപ്പോൾ ഇവാൻ പറഞ്ഞു, ഇല്ല എനിക്ക് പോയേ പറ്റൂ, എനിക്ക് എൻ്റെ പഴയ അരപ്പട്ട തന്നെ വേണം. ഇവാൻ തിരിച്ച് മുന്തിരിപ്പുഴയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ അവനവിടെ അരപ്പട്ടയൊന്നും നോക്കാൻ നിന്നില്ല. അവൻ ഞാവൽ പാലത്തിൽ കൂടി മുന്തിരിപ്പുഴയുടെ മറുകരയിലെത്തി. ചൂതോയൂതോമാരുടെ കല്ലുകൊണ്ട് പണിഞ്ഞ കൊട്ടാരത്തിന് നേരെ ചെന്നു. തുറന്നു കിടന്നിരുന്ന ഒരു ജനാലയുടെ അടുത്തേക്ക് ഇഴഞ്ഞു ചെന്ന് അവൻ അതിന് ചുവട്ടിൽ പതുങ്ങിയിരുന്ന് ശ്രദ്ധിച്ചു. എവിടെയെങ്കിലും എന്തെങ്കിലും ഗൂഢാലോചന നടക്കുന്നുണ്ടെങ്കിൽ അത് അറിയണം എന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം. 3 ചൂതോയൂതന്മാരുടെയും ഭാര്യമാരും അവരുടെ മാതാവായ സർപ്പവും മുറിക്കുള്ളിലിരിക്കുന്നത് ഇവാൻ കണ്ടു. അവർ സംസാരിക്കുകയായിരുന്നു. 1ാമത്തെ ചൂതോയൂതയുടെ ഭാര്യ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അത് കർഷകപുത്രനായ ഇവാനായിരിക്കണം. അവനോട് ഞാൻ പകരം വീട്ടും. ഇവാനും അവൻ്റെ സഹോദരന്മാരും വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഞാൻ നേരത്തെ ഓടിയെത്തി ഒരു കിണറായിത്തീരും. മാത്രമല്ല ആ ദിവസത്തെ ചൂട് ഞാൻ ദുസ്സഹമാക്കി തീർക്കും. ദാഹിച്ച് വലഞ്ഞ് അവർ ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ആദ്യത്തെ വെള്ളത്തുള്ളി കുടിക്കുമ്പോൾ തന്നെ അവർ മരിച്ചു വീഴും. ആ പറഞ്ഞത് ന്യായമാണ്, അമ്മ സർപ്പം പറഞ്ഞു. അപ്പോൾ 2ാമത്തെ ചൂതോയൂതയുടെ ഭാര്യ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കൊന്നതും ആ കർഷകപുത്രനായ ഇവാനല്ലാതെ മറ്റാരുമല്ല. അതുകൊണ്ട് ഞാൻ അവർ പോകുന്ന വഴിയിൽ ഓടിയെത്തി ഒരു ആപ്പിൾ മരമായിട്ട് നിൽക്കും. അവർക്ക് ഓരോരുത്തർക്കും കൊതി വരുന്ന രീതിയിലുള്ള നല്ല ആപ്പിളുകളായിരിക്കും അത്. അവർ ആ ആപ്പിൾ മുറിച്ച് തിന്നും. ഒരു കടി കടിക്കുമ്പോൾ തന്നെ അവർ മരിച്ചു വീഴും. പെൺസർപ്പം പറഞ്ഞു, കൊള്ളാം, അത് നല്ലൊരു ഉപായമാണ്. അപ്പം 3ാമത്തെ ചൂതോയൂതയുടെ ഭാര്യ പറഞ്ഞു, ഞാൻ അവർക്ക് ഉറക്കം വരുത്തും. എന്നിട്ട് അവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് നല്ല പട്ട് തലേനയുള്ള നല്ല മെത്തകളായിട്ട് ഞാൻ വഴി കിടക്കും. സഹോദരന്മാർ 3 പേരും അതിൽ കിടന്ന് വിശ്രമിക്കുമ്പോൾ അവർ കത്തിക്കാനലായിപ്പോവും. പെൺസർപ്പം പറഞ്ഞു, കൊള്ളാം, നീ എൻ്റെ മരുമകൾ തന്നെ. ഇനി നിങ്ങൾ 3 പേരും ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് അവൻ ചത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും. ഞാനൊരു കാട്ടുപന്നിയായി ചെന്നിട്ട് അവനെ പിടിച്ച് വിഴുങ്ങും. അവനെ മാത്രമല്ല, അവന് ജ്യേഷ്ഠന്മാരെയും വിഴുങ്ങും. ഇവരുടെ സംസാരം മുഴുവൻ കേട്ട് നിന്നതിന് ശേഷം കർഷകപുത്രനായ ഇവാൻ വളരെ തിടുക്കപ്പെട്ട് തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് പോയി. നിൻ്റെ അരപ്പട്ട കിട്ടിയോ? അവർ ചോദിച്ചു. കിട്ടി, അവൻ പറഞ്ഞു. ഇത്ര സമയം പാഴാക്കാൻ വേണ്ടി അത്ര വിലപ്പെട്ടതായിരുന്നു ആ സാധനം, നിനക്ക് വേഗം വന്നുകൂടായിരുന്നോ? ജ്യേഷ്ഠന്മാർ ചോദിച്ചു. ഇവാൻ പറഞ്ഞു, അതെ, അതെൻ്റെ സമയം മെനക്കെടുത്താനും മാത്രം വിശിഷ്ടമായ ഒരു അരപ്പട്ടയായിരുന്നു. അങ്ങനെ 3 സഹോദരന്മാരും യാത്രയ്ക്ക് തയ്യാറായി. അവർ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിൽ ചെന്ന് തങ്ങൾ ചൂതോയൂതോയെ കൊന്ന കാര്യം എല്ലാവരോടും പറയണം, എല്ലാവരും സന്തോഷിക്കും എന്ന മനക്കോട്ടയൊക്കെ കെട്ടിയാണ് 3 പേരും കൂടെ പോകുന്നത്. പുൽപ്രദേശങ്ങളിലും മൈതാനങ്ങളിലും കൂടി അവർ കുതിര ഓടിച്ചു പോയി. അന്നത്തെ ചൂട് അതിദുസ്സഹമായിരുന്നു. കുറച്ച് വെള്ളം കിട്ടിയില്ലെങ്കിൽ മരിച്ചു വീഴും എന്നവർക്ക് തോന്നി.
അവർ ചുറ്റും നോക്കിയപ്പോൾ ഒരു കിണർ കണ്ടു. അതിലെ ജലനിരപ്പിന് മുകളിലായിട്ടൊരു മൊന്ത പൊങ്ങിക്കിടപ്പുണ്ടായിരുന്നു, വെള്ളി കൊണ്ടുള്ള ഒരു മൊന്ത. ഇവാൻ, നമുക്കിവിടെ ഇറങ്ങി കുറച്ച് തണുത്ത വെള്ളം കുടിക്കാം, കുതിരകൾക്കും വെള്ളം കൊടുക്കാം, ജ്യേഷ്ഠന്മാർ പറഞ്ഞു. വേണ്ട വേണ്ട, അതിലെ വെള്ളം ഒരുപക്ഷെ ചീത്തയായിരിക്കും എന്ന് ഇവാൻ പറഞ്ഞു. മാത്രമല്ല, അവൻ കുതിരപ്പുറത്ത് നിന്നിറങ്ങിയിട്ട് തൻ്റെ വാളുകൊണ്ട് കിണറ്റിനിട്ട് ഒറ്റ വെട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കിണറ്റിൽ നിന്ന് ഒരു വലിയ നിലവിളിയും കരച്ചിലും കേട്ടു. അവിടെ ആകെ മൂടൽ മഞ്ഞ് വ്യാപിക്കുകയും ചൂട് കുറയുകയും ചെയ്തു. ജ്യേഷ്ഠന്മാർക്കപ്പോൾ ദാഹം തോന്നിയില്ല. ഇവാൻ ചോദിച്ചു, ജ്യേഷ്ഠന്മാരെ കണ്ടോ, ഈ കിണറ്റിനുള്ളിലെ വെള്ളം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? അവർ വീണ്ടും കുതിര ഓടിച്ച് മുന്നോട്ട് പോയി. എത്ര ദൂരം കുതിര ഓടിച്ചെന്നോ എത്ര ദൂരം പോയെന്നോ അവർക്ക് നിശ്ചയമില്ല. പക്ഷേ നല്ല ചുമ തുടുത്ത ആപ്പിളുകൾ പഴുത്ത് നിൽക്കുന്ന ഒരു ആപ്പിൾ മരത്തിനടുത്ത് അവരെത്തിച്ചേർന്നു. സഹോദരന്മാർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കുതിരപ്പുറത്തുനിന്ന് ചാടി ഇറങ്ങി ആപ്പിൾ പറിക്കാൻ കൈനീട്ടി. പക്ഷേ അവർക്ക് ആപ്പിൾ പറിക്കാൻ ഇട കിട്ടുന്നതിന് മുമ്പേ ഇവാൻ വാളെടുത്ത് ആപ്പിൾ മരത്തിൻ്റെ വേരിനിട്ട് വെട്ടിത്തുടങ്ങി. ആപ്പിൾ മരം മോങ്ങാനും നിലവിളിക്കാനും തുടങ്ങി. ഇവാൻ പറഞ്ഞു, ജ്യേഷ്ഠന്മാരെ, എങ്ങനെയുള്ള ആപ്പിൾ മരമാണെന്ന് നിങ്ങൾ കണ്ടോ? ഇതിലുള്ള ആപ്പിൾ നമുക്ക് തിന്നാൻ കൊള്ളുകയില്ല. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. കുറേ ദൂരം യാത്ര ചെയ്തു ക്ഷീണിച്ചു. അപ്പോൾ ചുറ്റുപാടും നോക്കിയപ്പോൾ ഒരു വയലിൽ നല്ല ഭംഗിയുള്ള ഒരു പരാവതാനിയും അവിടെ കുറേ പട്ട് തലയിണകളും കിടക്കുന്നത് കണ്ടു. അപ്പോൾ ജ്യേഷ്ഠന്മാർ പറഞ്ഞു, നമുക്ക് ആ പരാവതാനിയിൽ പോയി കിടന്ന് കുറച്ച് നേരം കാറ്റ് കൊള്ളാം, അപ്പോൾ നമ്മുടെ ക്ഷീണം മാറും. അപ്പോൾ വീണ്ടും ഇവാൻ പറഞ്ഞു, ജ്യേഷ്ഠന്മാരെ വേണ്ട, ആ പരാവതാനി നമ്മൾ വിചാരിക്കുന്നത് പോലെ മാർദ്ദമൊന്നും ആയിരിക്കില്ല. അപ്പോൾ ജ്യേഷ്ഠന്മാർ ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളെ എപ്പോഴും ഉപദേശിക്കുന്നത്? നീ ഞങ്ങളെക്കാൾ ഇളയവനല്ലേ? എപ്പോഴും അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട, നീ എന്തിനാ പറയുന്നത്? ഇവാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ അവൻ തൻ്റെ അരപ്പട്ട ഊരി ആ പരാവതാനിയുടെ മുകളിലേക്ക് എറിഞ്ഞു. അപ്പോൾ അരപ്പട്ട കത്തിയെരിഞ്ഞ് ഒരു കനൽക്കട്ടയായി തീർന്നു. നിങ്ങൾക്കും ഇത് തന്നെ സംഭവിക്കുമായിരുന്നു, ഇവാൻ പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന പരാവതാനിയും തലയിണകളും വാളുകൊണ്ട് കുത്തിക്കീറി. അവ തുണ്ടാക്കി അവൻ വലിച്ചെറിഞ്ഞു. ജ്യേഷ്ഠന്മാരെ, നിങ്ങൾ എന്നോട് ഒരിക്കലും മുറുക്കാൻ പാടില്ലായിരുന്നു, ഇവാൻ പറഞ്ഞു. നാം കണ്ട കിണറും ആപ്പിൾ മരവും പരാവതാനിയും ഒക്കെ ചൂതോയുടെ ഭാര്യമാരായിരുന്നു. അവർ നമ്മെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷെ അവർ തന്നെ നശിച്ചു. ഇനി അപകടങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് യാത്ര ചെയ്യണം. അവർ വീണ്ടും യാത്ര തുടർന്നു. കുറേ കഴിഞ്ഞു. പെട്ടെന്ന് ആകാശം ഇരുളുകയും കാറ്റ് ഓരിയിടുകയും ഭൂമി കുലുങ്ങുകയും ചെയ്തു. നോക്കുമ്പോൾ ഒരു വലിയ കാട്ടുപന്നി അവരുടെ പിന്നാലെ പാഞ്ഞു വരുന്ന അവർ കണ്ടു. അത് വായ പിളർന്ന് ഇവാനെയും സഹോദരനെയും വായ്ക്കുള്ളിലാക്കാൻ തുനിഞ്ഞു. പക്ഷേ വെറും മണ്ടന്മാരല്ലാത്തതുകൊണ്ട് അവർ തങ്ങളുടെ സഞ്ചികളിൽ നിന്ന് ഓരോ മണ്ണ് ഉപ്പെടുത്ത് കാട്ടുപന്നിയുടെ പിളർന്ന വായിലേക്ക് എറിഞ്ഞു. ഇവാനും രണ്ട് സഹോദരന്മാരും തൻ്റെ വായിലായി എന്ന് വിചാരിച്ച് പന്നി സന്തോഷിച്ച് ഓട്ടം നിർത്തി ഉപ്പ് ചവച്ചു തുടങ്ങി. അപ്പോഴാണ് സ്വാദ് അതിന് മനസ്സിലായത്. ഇത് മാംസമല്ല, ഉപ്പാണ് എന്ന് കാട്ടുപന്നിക്ക് മനസ്സിലായി. അത് വീണ്ടും സഹോദരന്മാരുടെ പിന്നാലെ ഓടിത്തുടങ്ങി. ദേഷ്യം കൊണ്ട് കാട്ടുപന്നിയുടെ രോമം എഴുന്നു നിന്നു. അത് പല്ലിറുമ്മിക്കൊണ്ട് ഓടി അവരുടെ അടുത്തെത്തി ഏത് നിമിഷവും പിടിക്കുമെന്നായി. അപ്പോൾ ഇവാൻ സഹോദരന്മാരോട് ഒരാൾ വലത്തോട്ടും ഒരാൾ ഇടത്തോട്ടും കുതിര ഓടിച്ചു പോകാൻ പറഞ്ഞു. ഇവാൻ നേരെ മുന്നോട്ട് കുതിര ഓടിച്ചു. ഓടി വന്ന കാട്ടുപന്നിക്ക് ആരെ ആദ്യം പിന്തുടരണം എന്ന് നിശ്ചയമില്ലാതെ ഒന്ന് സംശയിച്ചു നിന്നു. ഇരുവശത്തേക്കും മാറി മാറി മുഖം തിരിച്ച് മണം പിടിച്ചുകൊണ്ട് ശങ്കിച്ചു നിന്ന ഒരു നിമിഷം കൊണ്ട് ഇവാൻ അതിനെ പൊക്കിയെടുത്ത് ശക്തിയോടെ നിലത്തടിച്ചു. കാട്ടുപന്നി തവിട് പൊടിയായി കാറ്റിൽ പറന്നുപോയി. അതിനുശേഷം രാക്ഷസന്മാരോ സർപ്പങ്ങളോ ആ നാട്ടിലെങ്ങും പ്രത്യക്ഷപ്പെട്ടില്ല. ഇവാനും സഹോദരന്മാരോ അവർ തങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്തെത്തി. ഇനി മേലിൽ ഒരു രാക്ഷസൻ്റെയും ഒരു സർപ്പത്തിൻ്റെയും പേടിയില്ലാതെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റും എന്നവർക്ക് ഉറപ്പ് കൊടുത്തു. പിന്നീട് അവർ നിലമുഴുകുകയും ഗോതമ്പ് വിതയ്ക്കുകയും അങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് സുഖമായിട്ട് ആഹാരം കഴിക്കുകയും ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.